ഹലോ, ഞാൻ ഇന്നലെ ഒരു ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. UAE ഇപ്പോഴത്തെ ഒരു മഴ സാഹചര്യം, വെള്ളക്കെട്ട്, അതിൽ കുട്ടികളെ കളിക്കാൻ വിടുന്നതിന്റെ ഹെൽത്ത് ഹസാർഡ്സ്, എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ആ ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് ടോക്ക് ഇട്ടാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന്റെ താഴെ വന്ന് ചൊറിയാനും അല്ലെങ്കിൽ അനാവശ്യ കമന്റുകൾ ഇടാനും എന്തെങ്കിലും വായിൽ തോന്നിയത് പറയാനുമായിട്ട് ഒരു കൂട്ടം ആളുകൾ എല്ലാ പേജുകളിലും ഉണ്ടാവും. നമ്മുടെ പേജിലും അങ്ങനത്തെ ആളുകളുണ്ട്. ഈ പറയുന്ന ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ 0.01% അണുക്കൾ. അപ്പൊ ആ അണുക്കൾ വന്ന് പറഞ്ഞൊരു കാര്യം, ഇതൊന്നും മലയാളി കുട്ടികളല്ല, ഇതൊക്കെ അറബി കുട്ടികളാണ്, ഇതൊക്കെ പാകിസ്ഥാനി കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് മലയാളത്തിൽ ടോക്ക് ചെയ്യുന്നത്? റീച്ച് കിട്ടാനല്ലേ? നിങ്ങൾ അറബിയിൽ പോയിട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അറബിയിൽ ടോക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കമന്റ് ചെയ്ത ഒരു കുറച്ച് ശതമാനം ആളുകൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് മറുപടി പറയാറില്ല. പക്ഷെ ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് കേട്ടിട്ട് കുറച്ച് ആളുകളെങ്കിലും ഇത് വിശ്വസിക്കും, ഇത് മലയാളികളല്ല എന്നുള്ളത്. നമുക്ക് കുട്ടികൾ, ഏത് കുട്ടികളായാലും കുട്ടികൾ തന്നെയാണ്. ഞാൻ എൻ്റെ വീടിന്റെ ചുറ്റും കണ്ട കാഴ്ചകൾ, അതിൽ മലയാളി കുട്ടികൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ഞാൻ അതിൽ ചെയ്ത ഒരു വീഡിയോ, അതിലിട്ട ഒരു വീഡിയോന്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിൽ ആക്ച്വലി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സംസാരമാണ് കേൾക്കുന്നത്. അപ്പൊ അത് ഞാൻ ഒറിജിനൽ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണല്ലോ കേൾപ്പിച്ചത്. അതിന് പകരം ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിൽ നിങ്ങൾക്ക് കേൾക്കുന്ന ഭാഷ മലയാളമാണോ അതോ വേറെ ഏതെങ്കിലും അറബി ഭാഷയാണോ എന്ന് നിങ്ങൾ കേട്ട് തന്നെ ഒന്ന് തീരുമാനിക്കൂ കേട്ടോ. അപ്പൊ ഇതൊന്ന് ആദ്യം കേട്ടിട്ട് വരാം. അപ്പൊ ഏത് ഭാഷയാ കേട്ടത്? നല്ല പച്ച മലയാളം തന്നെയാണല്ലോ അല്ലേ? അപ്പോ കുറ്റം പറയാനിരിക്കുന്നവരടുത്താണ്. നോക്കൂ, നല്ലൊരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ പേജില് നല്ല കാര്യങ്ങൾ സംസാരിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മൾ ചുറ്റും കാണുന്ന, നമുക്ക് ആളുകൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഹസാർഡ് വരുമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറുള്ളത്. ഇവിടെ എത്രയോ മലയാളികൾ, നിങ്ങൾക്കറിയാലോ ഈ UAE-യിൽ എത്ര ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു മലയാളിയിലേക്കെങ്കിലും ഈ ഒരു വാർത്ത എത്തിയാൽ ചിലപ്പോൾ അവിടെ കളിക്കുന്നത് ഒരു അറബി കുട്ടിയോ പാകിസ്ഥാനി കുട്ടിയോ ആയിരിക്കാം. ആ കുഞ്ഞിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരെ പിന്തിരിപ്പിക്കാനെങ്കിലും ഈ മലയാളികൾ ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് മുഴുവൻ മലയാളി കുട്ടികളായിരിക്കില്ല, പക്ഷെ മലയാളി കുട്ടികളും ഇതിൽ ധാരാളം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടത് പച്ച മലയാളം തന്നെയാണല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ട് ചൊറിയാനിരിക്കുന്നവരടുത്താണ്. എന്ത് മാനസികാവസ്ഥയാണ് നിങ്ങളുടെ? എന്ത് മാനസിക രോഗമാണ് നിങ്ങൾക്കൊക്കെ? പറഞ്ഞിട്ട് നന്നാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എന്നാലും കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. ശരി, ഒന്ന് മാറാൻ ശ്രമിച്ചു നോക്ക്.